ഒരത്യാവശ്യ കാര്യത്തിന് നാത്തൂൻ്റെ കൂടെ പുറത്ത് പോകേണ്ടതായിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വെച്ചൊരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന്. ഈ ഭിത്തി അങ്ങനെ കിടക്കുന്ന കണ്ടില്ലേ, എന്ന് വെച്ചാൽ ഈ അലമാരി ഇരുന്നത് അവിടെ ആയിരുന്നു. ഞാനത് അവിടെ നുന്തി തെള്ളിപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഒരു കട്ടിലും കൂടെ അവിടെ പിടിച്ചിട്ട്, ഒന്നാതെ മുറി ചെറുതാണ്, അതിൻ്റെ കൂട്ടത്തെ ഞാൻ ഒരു കട്ടിലും കൂടെ പിടിച്ചിട്ട്. പിന്നെ ഓണമായതുകൊണ്ട് നമ്മൾ ചെടി, നമ്മുടെ ചെടിത്തോട്ടം എല്ലാം ചെറിയ രീതിയിൽ ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ട് വരുന്നുണ്ട്. മഴ പെയ്തപ്പോഴത്തേക്ക് മൊത്തം കാട് പിടിച്ചിങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ അത് വൃത്തിയാക്കാനുള്ള ആരോഗ്യ സ്ഥിതി എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു വശത്തുനിന്ന് ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പം ഞാനിത് ഇന്ന് പോച്ച പറിച്ചുകൊണ്ട് നാളെ എൻ്റെ കയ്യെ നീര് വെക്കും, അത് വേറൊരു കാര്യം. എന്നാലും സാരമില്ല, നമ്മൾ ആവുന്ന പോലൊക്കെ നമ്മൾ ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ നാത്തൂന് ആപ്പിൾ ചെറി ഇഷ്ടമായതുകൊണ്ട് ഞാൻ 2 ആപ്പിൾ ചെറി പറിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അത്തൽ ഒറ്റ ഒരെണ്ണം കാണാനില്ല. കിട്ടിയ ഒരെണ്ണമാണ് കേടുമായിരുന്നു. നമുക്കാണെങ്കിൽ ഇവിടുത്തെ ഇപ്പം നമ്മുടെ വീട്ടിൽ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടായാലും നമുക്കത് കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നീ കിളി കൊണ്ടുപോകും, അല്ലെങ്കിൽ അണ്ണാൻ പറിച്ചു കൊണ്ടുപോകും. തത്തയുടെ ആണെങ്കിൽ തത്ത ഇഷ്ടം പോലെ, നമുക്കൊന്നും കിട്ടത്തില്ല. ഞാൻ ആപ്പിൾ ചെറി നോക്കിയപ്പം കിട്ടിയില്ല. ഇനിയിപ്പോൾ നാളെ ഇവിടെ വൃത്തിയാക്കുമ്പോൾ ആപ്പിൾ ചെറി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടണമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞത് കണ്ടോ? പറഞ്ഞത് വെച്ചാൽ ഇപ്പം മനസ്സിലായോ? ഇത് വെച്ചാൽ ഈ തത്ത പറിച്ചിടുന്നത് ഇത് ഇവർ തിന്നുന്നെങ്കിൽ കുഴപ്പമില്ല, തിന്നോട്ടെ. പക്ഷെ അവർ തിന്നത്തുമില്ല, നമ്മളെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. ചുമ്മാ കൊത്തി പറിച്ച് അവിടെ ഇട്ടിട്ട് അങ്ങ് പോകും. അതെല്ലാം ഗപ്പിക്കുളത്തിലോട്ട് വീണിട്ടുണ്ട്. ഇനി അതെല്ലാം വൃത്തിയാക്കണം. ഇതാണ് എൻ്റെ വീട്. പിന്നെ മഴക്കാലത്തെ കലാവിരുദ്ധ കാർ പോർച്ച് മൊത്തം തുണി വെച്ചിട്ടേക്കുവാണ്. പിന്നെ അടുത്തിടെയായിട്ട് ആരോഗ്യം അത്ര നല്ല കണ്ടീഷനിലൊന്നും അല്ല. എന്ന് വെച്ചാൽ എനിക്ക് തൈറോയിഡുണ്ട്. തൈറോയിഡ് ഇങ്ങനെ കൂടിയും കുറഞ്ഞും എന്നെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തലകറക്കം ഉണ്ടാകുന്നതിൻ്റെ മറ്റേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിന് മെഡിസിനൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ റോഡിൽ പോയി കുറേ നേരം വായും പൊളിച്ച് അങ്ങനെ നിന്നു. അവൾ വന്നപ്പോൾ ലേറ്റായിപ്പോയി. ഒരു 10-20 മിനിറ്റ് എടുത്തു. ഞാൻ വന്നു കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവൾ വന്നേ. പിന്നെ ആണെങ്കിൽ അപ്പോഴത്തേക്ക് മോൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു. പിന്നെ പോയ കാര്യം സാധിച്ചില്ല, പോയ പോലെ തിരിച്ചു വന്നു. പിന്നെ അവൾ എന്നെ അവിടെ വിട്ടിട്ട് അവളങ്ങ് പോയി. പിന്നെ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ തുണി തയ്ക്കാൻ കൊടുക്കാൻ പോയതാണ്. പക്ഷേ ഓണം ആയതുകൊണ്ട് കടയിൽ ഭയങ്കര തിരക്കാണ്. അവർക്കപ്പോൾ അവൾ പറഞ്ഞ സമയത്ത് കിട്ടത്തില്ല. പിന്നെ അവൾക്ക് 21-ാം തീയതി ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയായിരുന്നു അവൾ വന്നത്. പിന്നെ അവൾ അവിടെ തയ്ക്കാൻ കൊടുത്തത് ഞാൻ അവിടുന്ന് പറഞ്ഞ് ഇവിടെ വിളിപ്പിച്ചുകൊണ്ട് വന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ചേച്ചി, ഞാൻ കൊടുക്കാൻ പോയ ചേച്ചി നല്ലപോലെ തയ്ക്കും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ആ ചേച്ചി കൊണ്ട് തയ്പ്പിക്കാമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ആ ചേച്ചിക്ക് ഒത്തിരി കല്യാണത്തിൻ്റെയും പിന്നെ അതുപോലെ സ്കൂളിലെ പ്രോഗ്രാമിൻ്റെയും ഒക്കെ തയ്ക്കാനുള്ളത് കൊണ്ട് 21-ാം തീയതി കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ അവളങ്ങ് പോയി. പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ പുത്രൻ എന്നെ നോക്കി വാതുക്കെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവനവിടെ കിടന്ന് ഭയങ്കര എന്തൊക്കെയോ സർക്കസ് കാണിക്കുന്നുണ്ടായിരുന്നു. നാളെ വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ പപ്പായുടെ ഓർമ്മയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.